ഹലോ ഗായ്സ്, നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വന്നാലോ? UK ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന 2 കൺട്രിയാണ് മോണ്ടിനീഗ്രോ ആൻഡ് അൽബേനിയ. അപ്പോൾ ഞങ്ങൾക്ക് 1 വീക്ക് വെക്കേഷൻ കിട്ടിയായിരുന്നു. സോ നമ്മളിപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഒരു 6 ഡേയ്സ് ട്രിപ്പാണ്. 31st പോയിട്ട് 6th ഓഫ് ജൂണിന് റിട്ടേൺ വന്ന രീതിയിലാണ് നമ്മുടെ പ്ലാൻ. ഊബറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ബോൺമൗത്ത് കോച്ച് സ്റ്റേഷനിൽ നമുക്ക് ബസ് ഉണ്ട് ഗാറ്റ്വിക്കിലോട്ട്. അപ്പോൾ നമ്മുടെ ഊബറൊക്കെ വന്നു. ഞങ്ങൾ UK തന്നെ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ ആദ്യം പോകുന്നത് മോണ്ടിനീഗ്രോ ആയതുകൊണ്ട് യൂറോ മാറി വെച്ചായിരുന്നു കുറച്ച് കയ്യിൽ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലിക്സ് ബസ് വന്നു. നമ്മൾ പോകുന്നത് വിസ് എയർവേസിലാണ്. അപ്പോൾ നമ്മുടെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതേ ബാഗ് കൊടുത്തു. 1 kg എക്സ്ട്രാ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സെൽഫ് ചെക്കിങ്ങാണ് ചെയ്തത്. അപ്പോൾ അതിനകത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കയറ്റി വിട്ടു. ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. ചേട്ടാ ഇല്ല, ഇങ്ങ് വന്നേ. ഇത് എടുക്കാൻ പറ്റും. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ തന്നെയുള്ള നാന്തൂസി കയറി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കാരണം നമ്മൾ ലേറ്റ് നൈറ്റ് എത്തത്തുള്ളൂ. 12 o'clock ആവും. നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് 7:20 പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ഒരു 45 minutes ഡിലേ ആയി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇനി ടിറാനിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ടിറാന ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ടിറാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് തന്നെ മദർ തെരേസ എയർപോർട്ട് എന്നാണ്. അത് നെന്ന തെരേസ, അതാണ് അൽബേനിയയിൽ പറയുന്നത്. നെന്ന തെരേസ എന്നാണ് പറയുന്നത്. നമ്മൾ എത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം മദർ തെരേസയുടെ ഒരു സ്റ്റാച്യു ഇവിടെ നിൽക്കുന്നത്. ആക്ച്വലി മദർ തെരേസ ഒരു അൽബേനിയൻ ഒറിജിനാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, നമുക്ക് ഓൾറെഡി നമ്മുടെ കാർ ഏജൻസിക്കാർ മെസ്സേജ് അയച്ചായിരുന്നു അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. നമ്മൾ booking.com ത്രൂ ആണ് കാർ ബുക്ക് ചെയ്തത്. അപ്പോൾ booking.com ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഇവർക്കായിരുന്നു, ഓട്ടോ ആൽബ്രൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മറ്റേ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ പ്ലക്കാർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി നമുക്ക് ബാക്കി ഫോർമാലിറ്റീസൊക്കെ അവർ ചെയ്തു, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പറയണം മോണ്ടിനീഗ്രോ പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയണം. അപ്പോൾ അതിന് എക്സ്ട്രാ ഒരു 50 euro കൊടുക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ കാറ് കിട്ടി. ഇപ്പം ഈ കാറിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽബേനിയയിലും മോണ്ടിനീഗ്രോയിലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പം അതിൻ്റെ ഒക്കെ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ UK ഇന്ത്യയിലാണെങ്കിലും എല്ലാവരും റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓടിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ ജസ്റ്റ് ഇന്ന് നൈറ്റ് മാത്രം സ്റ്റേ ചെയ്യുള്ളൂ. ഇപ്പോൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ 2 മണിയായി. കാരണം കുറച്ച് ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോൾ 2 മണിയായി. നമുക്ക് നാളെ കാലത്ത് ഇവിടെ നിന്ന് 8 മണിക്ക് പോകണം മോണ്ടിനീഗ്രോയിലോട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ഫ്രഷൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്തേക്കണ ഹോട്ടലാണ്. ഇത് എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊരു ബ്രാൻഡ് ന്യൂ ഹോട്ടലാണ്. ഇത് റീസെൻ്റ്ലി ആണ് ഇത് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞത്. നല്ലൊരു റൂമായിരുന്നു, ഭയങ്കര ക്ലീൻ ആൻഡ് കംഫി റൂമായിരുന്നു. ഫൈനലി ഞങ്ങളൊരു 2:35-40 ഒക്കെ ആയപ്പോഴേക്കും റൂമിലെത്തി. അപ്പോൾ ഇനി നല്ലൊരു ഉറക്കം. ഗുഡ് നൈറ്റ്.